ഭിത്തികളിലെ ഈർപ്പം ഒരു സാധാരണ പ്രശ്നമാണ്. പക്ഷേ ഇത് അവഗണിച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ വീടിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. ചുമരുകളിൽ ഈർപ്പം വരാൻ നിരവധി കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. മഴവെള്ളം ഒഴുക്കിക്കളയാത്ത മേൽക്കൂരകൾ, വാതിലുകൾ, ജനലുകൾ. 2. പ്ലംബിംഗ് തകരാറുകൾ. 3. അടുക്കളയിലും ബാത്റൂമുകളിലും വരുന്ന അധികമായിട്ടുള്ള ഈർപ്പം. 4. ശരിയായ വായു സഞ്ചാരമില്ലാത്ത ഇടങ്ങൾ. 5. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ഈർപ്പം. 6. ബാത്റൂം ഫ്ലോറിംഗിലെ പിഴവുകൾ. ഇനി ഈ ഈർപ്പം തടയാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകളൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ഫൗണ്ടേഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലിന്ത് ലെവൽ എത്തുമ്പോൾ DPC പ്രൊവൈഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി വിൻഡോസും ഡോർസും വരുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സൺഷെയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മൾ പെയിന്റുകൾ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെയിന്റ്സും സീലൻസും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആഡ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ സ്ലോ പ്രൂഫ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈസിലി ആയിട്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി ഈ വന്ന ഈർപ്പത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഇതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. അതായത് ഫ്ലോറിംഗിൽ നിന്നാണോ, അത് റൂഫിൽ നിന്നാണോ, അത് നമ്മുടെ പ്ലംബിങ്ങിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് കാരണമാണോ ലീക്ക് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ റിപ്പയർ ചെയ്യണം. ഇനി നമുക്ക് ഡാംനെസ് ഒഴിവാക്കുന്നതിന്റെ ഒരു ഭാഗമായി ഡാം പ്രൂഫ് ഇൻജെക്ഷനുകളോ അല്ലെങ്കിൽ നമുക്ക് ഡാം പ്രൂഫ് മെംബ്രെയിനുകളോ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെയിന്റും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡാംനെസ്സിനെ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മെയിൻ്റനൻസ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനകത്ത് നമ്മൾ നമ്മുടെ റെയിൻ വാട്ടർ ഗട്ടേഴ്സിനെയൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്ലംബിംഗ് ലൈൻസിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡാംനെസ്സിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.